അടുക്കള ജോലിയൊക്കെ ചെയ്ത് ജീവിക്കുന്ന ഒരു വീട്ടമ്മയ്ക്ക് KSEB ഇട്ട പിഴ 57,005 രൂപയാണ്, 1,00,000 രൂപ. ലൈഫ് പദ്ധതി ലഭിച്ച സഹായത്തിന് പുറമെ അധിക ധനസമാഹരണം നടത്തിയാണ് പുഷ്പലത വീട് പൂർത്തിയാക്കിയത്. അതിനോട് ചേർന്ന് നിർമ്മിച്ച ചായ്പിന് ഗ്രില്ല് പിടിപ്പിക്കുന്ന ജോലികൾ കഴിഞ്ഞ 15-നാണ് നടന്നത്. വെൽഡിംഗ് ജോലികൾക്ക് ആവശ്യമായ വൈദ്യുതി എടുക്കുന്നതിന് മുൻകൂർ അനുമതി തേടിയില്ല എന്നുള്ള വിഷയമാണ് പ്രശ്നമായി മാറിയത്. എനിക്കിതിനെക്കുറിച്ച് അറിവില്ലായിരുന്നു. ഇങ്ങനെ അനുമതി വാങ്ങണമെന്നോ അല്ലെങ്കിൽ KSEB നിയമങ്ങളെക്കുറിച്ച് എനിക്ക് അറിവില്ലായിരുന്നു. KSEBക്കാരിവിടെ വന്ന് എന്നെ വിളിക്കുമ്പോഴാണ് ഇങ്ങനെ പറഞ്ഞു. ഞാൻ പറഞ്ഞില്ല സാറ് സിറ്റൗട്ടിൽ നിന്ന് എടുത്തോളാനാണ് ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അല്ല, അവർ മീറ്റർ കണക്ട് ചെയ്താൽ എടുത്തേക്കുന്നതെന്ന് എന്ന് പറഞ്ഞ് അവർ പിന്നെ വന്ന് മകസർ എഴുതി. പിന്നെ പിറ്റേ ദിവസം ഇവിടെ വന്ന് ഇത് മീറ്റർ സഹിതം ഊരിക്കൊണ്ടങ്ങ് പോയത്. ഞാനുള്ള സത്യാവസ്ഥയെല്ലാം തുറന്ന് പറഞ്ഞു. അവർക്ക് ഒരു നയവും നമ്മളോട് കാണിക്കുന്നില്ല. പുഷ്പലത വീട്ടിലില്ലാതിരുന്ന ദിവസമായിരുന്നു ജോലികൾ. മീറ്റർ റീഡിംഗ് രേഖപ്പെടുത്താനെത്തിയ ജീവനക്കാരനാണ് അനുമതി കൂടാതെയുള്ള വൈദ്യുതി ഉപയോഗം കണ്ടെത്തിയത്. തുടർന്ന് ഇദ്ദേഹം നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഉയർന്ന ഉദ്യോഗസ്ഥരെത്തി സ്ഥലപരിശോധന നടത്തി. തൊട്ടടുത്ത ദിവസം 57,005 രൂപ പിഴയ്ക്കുള്ള നോട്ടീസ് വീട്ടിലെത്തി. വൈദ്യുതി മോഷണ കുറ്റം കൂടി ചുമത്തിയാണ് KSEB നടപടി. നോട്ടീസ് കിട്ടിയതിന് പിന്നാലെ പുഷ്പലത MLA പ്രമോദ് നാരായണന്റെ സഹായം തേടി. നിർധനയായ വീട്ടമ്മയ്ക്ക് അറിവില്ലായ്മയിൽ സംഭവിച്ച വീഴ്ചയ്ക്ക് ഇത്ര കനത്ത പിഴ മാനുഷിക പരിഗണന അർഹിക്കുന്നു എന്നതാണ് MLAയുടെ നിലപാട്. 7 ദിവസമായി കറണ്ടില്ല. ഈ വീട്ടിലെ മീറ്ററും എല്ലാം എടുത്തുകൊണ്ടുപോയി. യഥാർത്ഥത്തിൽ ചെയ്ത ആളുകളുടെ തൊഴിലാളികളുടെ മൊഴിയെടുക്കാനോ അതിനെക്കുറിച്ച് അന്വേഷിക്കാനോ KSEB തയ്യാറായിട്ടുമില്ല. പുഷ്പലത KSEB ഓഫീസിലെത്തി കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. എന്നാൽ പിഴ സംഖ്യയിൽ കുറവുണ്ടായിട്ടില്ല. മാത്രമല്ല 16 വിച്ഛേദിച്ച വൈദ്യുതി പുനഃസ്ഥാപിച്ചിട്ടുമില്ല. അതേസമയം വെൽഡിംഗ് ജോലിക്കുള്ള വൈദ്യുതി ഉപയോഗം മീറ്റർ രേഖപ്പെടുത്താതിരിക്കാനുള്ള തിരിമറി നടന്നതായി കണ്ടെത്തിയിട്ടുണ്ടെന്ന് KSEB അധികൃതർ വിശദീകരിക്കുന്നു. ജോലിക്കാർ തന്നെയാകും ഇത് ചെയ്തിട്ടുണ്ടാവുക. പരാതിക്കാരിയുടെ കുടുംബ പശ്ചാത്തലം കണക്കിലെടുത്ത് ഇളവിനുള്ള സാധ്യത തേടിയിട്ടുണ്ടെന്നും റാന്നി സബ് ഡിവിഷൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ വിശദീകരിച്ചു.